Okay, so last class നമ്മൾ പറഞ്ഞത് ഡയോഡ് ജംഗ്ഷൻ ബിഹേവിയർ ആണ്. കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ, ഡിപ്ലീഷൻ റീജിയൻ, വിഡ്ത്ത്, അതായിട്ട് ടേംസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് അബൌട്ട് ഐഡിയൽ ഡയോഡ്. ഓക്കെ, ഡയോഡ് ഇക്വേഷൻ. ഇത് ഈ മൊഡ്യൂളിൽ ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ബേസ്ഡാണ് നമ്മൾ പിന്നെ തേർഡ് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഇതിൽ വരുമ്പോഴും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത്. സോ ഈ മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച ഡിഫ്യൂഷൻ്റെ ഇക്വേഷൻസും അതിൻ്റെ ഡിഫ്യൂഷൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, സോ അത് അറിയാത്തവർ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇത് നമ്മൾ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോകും. ഓക്കെ, so anyway, so last class topic was about the diode PN junction behavior. Okay, നമ്മളൊരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ കമ്പോണൻസും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒരു പി മെറ്റീരിയൽ, ദെൻ ഒരു എൻ മെറ്റീരിയൽ, ഒരു ഫോർവേഡ് ബയാസ് ഓർ റിവേഴ്സ് ബയാസ് കൊടുക്കുന്ന കേസിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ക്യാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സോ നമ്മളന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈവൻ ഇൻ ദ ഫോർവേഡ് ബയാസ് ഓർ റിവേഴ്സ് ബയാസ് ഓർ വാട്ട് യു സേ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ദ ഡ്രിഫ്റ്റ് കറണ്ട് വിൽ റിമെയിൻ ദ സെയിം. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ഓൺ ഹൗ മെനി തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് ആർ ദെയർ ഇൻ അവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയാസിനനുസരിച്ചല്ല ഡ്രിഫ്റ്റ് കറണ്ട് വരുന്നത്. സോ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ കണ്ടക്ഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, സോ ഡിഫ്യൂഷൻ കറണ്ടാണ് ഡയോഡിലെ കറണ്ട് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് കറണ്ട് അല്ല, ഈവൻ ദോ ദ കറണ്ട് ഈസ് ത്രൂ ആൻ അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ സപ്ലൈയിങ് ദ മൈനോറിറ്റി കാരിയേഴ്സ്. പി മെറ്റീരിയലിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺ ആണ് പി മെറ്റീരിയലിലെ മൈനോറിറ്റി കാരിയേഴ്സ്. ആൻഡ് ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്, എൻ മെറ്റീരിയലിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഓക്കെ, സോ വി ആർ സപ്ലൈയിങ് മൈനോറിറ്റി കാരിയേഴ്സ് ടു ദ what you say P material and N material. Okay, so minority carriers injection കൊണ്ടാണ് P material നിന്ന് minority carrier P material majority carriers P material majority carriers, N material majority carriers electrons ആണ്. സോ ഹോൾസിന് നമ്മൾ P മെറ്റീരിയലിലേക്ക് സപ്ലൈ ചെയ്യും. അത് ഡിഫ്യൂഷൻ കണ്ട് N മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ദാറ്റ് ബിക്കം മൈനോറിറ്റി കാരിയർ ഹിയർ. അതാണ്, അല്ലാതെ സപ്ലൈ ചെയ്യുന്ന മെജോറിറ്റി കാരിയർ തന്നെയാണ്. ദാറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് makes that supplied or injected holes from P material to migrate into the N region, where at N region it becomes minority carrier. ഇവിടുത്തെ മെജോറിറ്റി കാരിയർ ആയ ഹോൾ N മെറ്റീരിയലിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഈ ബൗണ്ടറി അല്ലെങ്കിൽ XN0, ഇതാണ് നമ്മൾ XN0 റീജിയൻ, ഇതാണ് നമ്മളുടെ -XP0 എന്ന് പറയുന്ന റീജിയൻ, ഇതാണ് നമ്മളുടെ ഒറിജിൻ. സോ XN0യിലേക്ക് എത്തുമ്പോൾ, ജസ്റ്റ് XN0 പ്ലസിലേക്ക് എത്തുമ്പോൾ ദാറ്റ് ബിക്കം മൈനോറിറ്റി കാരിയേഴ്സ് ആൻഡ് ദിസ് റീജിയൻ ഈസ് അവർ ട്രാൻസിഷൻ റീജിയൻ. ഓക്കെ, സോ XN0യിലേക്ക് എത്തുന്ന കാരിയേഴ്സ് അത് മൈനോറിറ്റിയാണ്. അതുപോലെ എൻ മെറ്റീരിയലിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി പി മെറ്റീരിയലിലേക്ക് ഇലക്ട്രോൺസ് എത്തുമ്പോൾ XP0 എന്ന് പറയുന്ന ബൗണ്ടറിയിൽ എത്തുമ്പോൾ ആ കാരിയേഴ്സ് എന്താവും? മൈനോറിറ്റി കാരിയേഴ്സ് ആകും. ദെൻ മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ഡിഫ്യൂസ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൈനോറിറ്റി കാരിയേഴ്സ് ഡിഫ്യൂസ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. സോ ത്രൂ ദ പി മെറ്റീരിയൽ ആൻഡ് എൻ മെറ്റീരിയൽ ആക്ച്വലി ദ ഡിഫ്യൂഷൻ കറണ്ട് makes sense of our electric current. Drift current അല്ല, drift current is always in the direction negative x-axis. അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ട് I0 എന്ന് പറയുന്നത്. whether it is due to electron or hole, whatever be the carrier, minority carrier current always from N material to P material, while our diffusion current, not the carrier, diffusion current is always from P material to N material. Okay, so ഈ രീതിയിലായിരിക്കും. കറണ്ടാണ്, കാരിയേഴ്സ് അല്ല. സോ P to N ആയിരിക്കും നമ്മളുടെ കാരിയേഴ്സിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പിക്സ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്. ആൻഡ് ടുഡേയ്സ് ടോപ്പിക് ഈസ് അബൌട്ട് വി ആർ ഗോയിങ് ടു ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് V0 ഓർ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഇൻ എ PN ജംഗ്ഷൻ. ആൻഡ് ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? ഇക്വേഷൻ ഈസ് വെരി സിമ്പിൾ. KT ഡിവൈഡഡ് ബൈ Q ln PP divided by PN.
Okay, so this is formula K Boltzmann's constant, T എന്ന് പറയുന്ന temperature in Kelvin ആണ്, Q എന്ന് പറയുന്ന charge ആണ്, 1.6 × 10⁻⁻19 to the natural logarithm of Pp divided by Pn, where Pp എന്ന് പറയുന്ന എന്താണ്, P stands for hole and the suffix P stands for in P material. Understood? And Pn again holes in N material, or concentration or number of electrons in N material, and number of holes, sorry, not electron, number of holes in N material or number of holes in P material. This ratio de logarithm നമ്മൾ എടുത്തത്. Okay, so P material hole എന്ന് പറയുന്നത് അവിടെ നമുക്കത് majority carrier ആണ്. N material holes എന്ന് പറയുന്നത് നമുക്കറിയാം it's minority carriers. Okay, so it's a ratio between the majority carriers to minority carriers. Okay, so നമുക്കറിയാം majority carriers concentration is very far or very much what you say higher value compared to the minority carriers in N material, so that this ratio is a big number. Then so accordingly our voltage also in silicon diode it is in the order of 0.7 electron voltage, 0.67 electron, 0.6 to 0.7 electron voltage. So നമുക്ക് അറിയാവുന്നതാണ്. Okay, or 0.7 voltage, sorry. So Pp by Pn. Okay, now when we come to our diode in equilibrium condition, equilibrium condition ഇരിക്കുന്ന ഒരു ഡയോഡിൻ്റെ ഈ ടോപ്പിക്ക് നമ്മൾ ഡെറൈവ് ചെയ്തപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഫോർമുല കൂടി പറഞ്ഞിരുന്നു. ഈ ഫോർമുല എന്താണ്, ടേക്കിംഗ് ദ ആൻറ്റി ലോഗരിതം ടു ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും, Pp divided by Pn, ratio of concentrations of carriers to the left and right of our Pn junction. Pp divided by Pn is equal to e raised to q V0 divided by Kt. Just ഇതിനെ മേലേക്ക് കൊണ്ടുപോവുക, ബി കെ ടി താഴേക്ക് കൊണ്ടുപോവുക, ആ രീതിയിൽ അറിയാം ക്യൂ V0 by Kt = ln Pp by Pn എന്ന് കിട്ടും. ആൻറ്റി ലോഗരിതം എടുക്കുമ്പോൾ അത് എക്സ്പൊണൻഷ്യലായിട്ട് മാറും. സോ Pp by Pn is equal to e raised to q V0 divided by Kt. It's going to be our equation number 1. Okay, so ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, then when we are applying a forward bias or reverse bias, so whatever it is, generally a bias to a PN junction, our contact potential is going to modify according to our voltage by V0 minus V, so that this V can be what you say forward bias voltage or reverse bias voltage. Okay, so V0 minus V will be our net voltage in case of biased PN junction, and in biased PN junction we will be assuming that, okay, so നമ്മളുടെ മെറ്റീരിയൽ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷൻ മാത്രം എടുത്ത് നോക്കുന്നു. So this is our origin, then here is our xn0 and this is our xp0. Beyond is our p material and n material, and the p material is എന്ന് പറയുന്നത് ഐഡിയലി ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതുപോലെ n material is also electrically neutral. So whole of the charge distribution or immobile ions are supposed to be distributed in the what you say our PN junction. Okay, ഈ xp0 and xn0 റീജിയനിലായിരിക്കും നമ്മുടെ immobile ions ഇരിക്കുന്നത്. So biasing അനുസരിച്ച് there will be modulation in our what you say in our depletion region. Depletion region length increase ചെയ്യാം, decrease ചെയ്യാം, that depends upon forward bias or reverse bias. Okay, so നമ്മൾ ഒരു ബയാസ് അപ്ലൈ ചെയ്യുന്ന നേരത്തെ നമ്മൾ അസ്യൂം ചെയ്യും ഈ ഹോൾ ഓഫ് ദ കാരിയേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ ഫോർ എക്സാമ്പിൾ അവർ പി മെറ്റീരിയൽ കോൺസെൻട്രേഷൻസ് ഓഫ് holes will be supposed to be distributed in the depletion region towards the p material, and holes in n material is supposed to be available in our depletion region towards the right side of the junction. Okay, അതായത് towards the n material. So നമ്മൾ ഇവിടെ ഒരു മോഡിഫിക്കേഷൻ നടത്തുന്നത് പി പി എന്ന് പറയുന്ന ഈ കേസിൽ പി മെറ്റീരിയലിലെ ടോട്ടൽ ഹോൾ കോൺസെൻട്രേഷൻ ആയിരുന്നു എങ്കിൽ ഒരു ബയാസ്ഡ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ദിസ് ഇക്വേഷൻസ് വി ആർ ഗോയിങ് ടു മോഡിഫൈ വിത്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ -xp0, sorry, ഹോൾ കോൺസെൻട്രേഷൻ ഇൻ ദിസ് റീജിയൻ. ദിസ് ഈസ് ഐഡിയലി എ ന്യൂട്രൽ കണ്ടീഷൻ, അതായത് ഫോർവേഡ് ബയാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓഫ് ദ കാരിയേഴ്സ് ആർ സപ്പോസ് ടു ബി പുൾഡ് ടുവേർഡ്സ് ദ depletion region. So നമുക്ക് പി പി എ നമുക്ക് പി ഓഫ് -xp0 എന്ന് എഴുതാം, ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ in region we can change it into p of what you say xn0.
Okay, that is equal to, just the equations changed, Pp for Hall concentration in P material and Pn is Hall concentration in N material. This is the case of a equilibrium condition. So when we apply the bias potential to a PN junction, just we are modifying this Pp to P of minus xp0 and P of N to Pxn0, so that our right side is going to be Q of V0 is going to change with the V0 minus V. So e raised to Q into V0 minus V divided by KT, and this is going to be our equation 2. And this is the case of a biased junction, and this is the case of a non-biased or in normal equilibrium condition. Okay, so these two equations are there. Now ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് സൈഡിലെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്നത് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി മെറ്റീരിയലാണ്, വേർ ഇൻ പി എന്ന് പറയുന്നത് അവിടെ മെജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ആണ്. അതേസമയം പി എൻ എന്ന് പറയുന്നത് എൻ മെറ്റീരിയലിലെ ഹോൾ കോൺസെൻട്രേഷൻ ആണ്, അതവിടെ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, സോ മെജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10⁻16 ആണ്. സോ 16ലേക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ, ഒരു കാരിയർ ഇഞ്ചക്ഷൻ വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1000 കാരിയേഴ്സ് ഇഞ്ചക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ദിസ് സം ഈസ് ഗോയിങ് ടു ബി turn on the mic. Hello. The sum is going to be in the order of 10⁻16 only, or what I am going to say is P of minus xp0 is approximately equal to our Pp, because this is my majority carrier concentration. Okay, while our denominator term P of xn0 stands for minority carrier concentration. So to that minority carrier concentration is already in the lower bound. So to the lower, to 50 number, if I am adding 50, it is not equal to 50. Okay, so I cannot say Pn is not equal to or approximately equal to P of xn0. So to equation number 2, I am going to modify P of minus xp0 with P of P. So that equation 2 will be P of P divided by P of xn0 is equal to e raised to q v0 minus v divided by kt. So this is going to be our equation number 3. Okay, so what is our equation number 1? Equation number 1 is Pp divided by Pn is equal to e raised to q v0 divided by kt, and equation 3 is Pp divided by P of xn0 is equal to e raised to q into v0 minus v divided by kt. This is our equation 3. Then next is just I am dividing 1 with 3, so that Pp divided by Pn divided by Pp divided by P of xn0 is equal to e raised to q v0 by kt divided by e raised to q v0 minus v divided by kt. Okay, it's okay. Now left side is taking the reciprocal and multiplying, so that Pp divided by Pn into P of xn0 divided by Pp is equal to a raised to m divided by a raised to n is a raised to m minus n. So this right side is going to be e raised to q v0 by kt minus of q v0 minus v divided by kt. Okay, so this left P and Pp and Pp cancels. What we are getting here is P of xn0 divided by Pn is equal to e raised to, subtracting this qv0 by kt minus qv0 by kt cancelled, then minus of minus v become plus, so that this right side is e raised to qv divided by kt. Okay, so this is our equation number 4. Hope you got the point. Now P of xn0 എന്ന് പറയുന്നത്, coming back to our material PN junction. Okay, ഇതാണ് നമ്മളുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. This is minus xp0 and here is our xn0. Okay, so xp0, this towards this all point is our xp. Okay, and towards this all are length of xn. നമ്മൾ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. ഈ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് എടുത്തിരുന്നത്, ഇതൊരു കാൽക്കുലേഷൻസ് ഈസി ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒറിജിൻ ഇങ്ങോട്ടേക്ക് മോഡിഫൈ ചെയ്തു. ഓക്കെ, സോ ദിസ് 0 ഈസ് ഈക്വൽ ടു 0 മൈനസ് xp0. New 0 is equal to 0 minus xp0. Okay, or minus xp0 is going to be my new origin for the p material, and the xn0 origin
origin is going to be xn0 for the material for the n material. Okay, so forget about that translation, don't worry about that translation. Okay, so നമ്മൾക്ക് ഈ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് xn0 എന്ന് പറയുന്നത് ആക്ച്വലി എവിടുത്തെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്? ഈ xn0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. പി ഓഫ് xn0 എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണ്. പി ഓഫ് n എന്ന് പറയുന്നത് n മെറ്റീരിയലിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പി എൻ എന്ന് പറയുന്നത് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ n മെറ്റീരിയൽ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ നമ്മൾ ഒരു ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുമ്പോൾ ജംഗ്ഷൻ്റെ എൻ മെറ്റീരിയലിൻ്റെ ബൗണ്ടറിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഈ പി ഓഫ് xn0യിൽ നിന്ന് കിട്ടും. സോ ദ കോൺസെൻട്രേഷൻ ഓർ the amount of holes available at the just boundary of the PN junction, just boundary of the junction and n material. Junction the boundary lalla, boundary between the junction and the n material, that is P of xn0. You have to understand, boundary between the എവിടേക്കാണ് ജംഗ്ഷനും നമ്മളുടെ എൻ മെറ്റീരിയലും തമ്മിലുള്ള ബൗണ്ടറിയിലെ ഇമ്മീഡിയറ്റ് ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ പി ഓഫ് xn0 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Pn into, take it Pn to the right, Pn into e raised to qv divided by kt എന്ന് എഴുതാൻ പറ്റും, where V is our applied voltage. So if V is forward bias, it should be V എന്ന് പറയുന്നത് VF പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്, V is a negative voltage and should be negative or minus VR. So P of xn0 is equal to Pn into e raised to qv by kt, and V is equal to plus VF. So e raised to plus qv by kt is going to be a big number. So that P of xn0 or whole concentration at xn0 will be a large quantity, a large number, because it is exponential raised to a positive number. It's going to be a very huge number. So we can expect a huge amount of whole concentration at the boundary between the junction and the n material when we apply a forward bias. മനസ്സിലായോ പറഞ്ഞത്? സോ ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്യുമ്പോൾ പി മെറ്റീരിയൽ എൻ മെറ്റീരിയലും ജംഗ്ഷൻ്റെ ബൗണ്ടറിയും തമ്മിൽ, ജംഗ്ഷൻ ട്രാൻസിഷൻ റീജിയൻ്റെ ബൗണ്ടറിയും തമ്മിലുള്ള ജസ്റ്റ് ഇമ്മീഡിയറ്റ് പോയിന്റിൽ നമുക്കൊരു ഹ്യൂജ് നമ്പർ ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ കിട്ടും. ആ ഹോൾ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷനാണ് Pn into e raised to qv by kt എന്ന് പറയുന്നത്. ഇതിൽ V എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആവുന്ന കേസിൽ പോസിറ്റീവായിട്ട് എടുക്കണം. അതുകൊണ്ട് ആ ടേം എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. വൈൽ we apply a negative or reverse bias to a PN junction, എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞു, റിവേഴ്സ് ബയാസ് ആയാലും ഫോർവേഡ് ബയാസ് ആയാലും ഡയോഡിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫ്യൂഷൻ കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അത് എപ്പോഴും ഞാൻ 2, 3, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സോ ഓൺലി ദ ഡിഫ്യൂഷൻ കറണ്ട് കോൺട്രിബ്യൂട്ട്സ് ദ കറണ്ട്, ടോട്ടൽ കറണ്ട് ടു ദ ജംഗ്ഷൻ ഡയോഡ്. സോ റിവേഴ്സ് ബയാസ് കൊടുക്കുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ QV എന്ന് പറയുന്നത് മൈനസ് VR ആയിട്ട് മാറും. സോ e raised to a minus term. Okay, so e raised to qv by kt become a negative number. So e raised to minus term is going to be a exponentially decreasing factor. Okay, exponentially decreasing. മറ്റേത് എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ആയിരുന്നു. ഓക്കെ, സോ ഹിയർ ദിസ് ടേം ഈസ് ഗോയിങ് ടു ബി എ ഡിക്രീസിങ് ഫാക്ടർ. സോ വി ക്യാൻ എക്സ്പെക്ട് എ ലെസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാൻ വാട്ട് യു സേ അവർ equilibrium concentration. Pn into a small number less than 1. E raised to minus qv by kt is going to be a number less than 1. So this if we apply a more voltage or a moderate voltage of reverse bias, this concentration of P of xn0 at the boundary between the junction and n material is going to be a very, very small number, and that quantity of hole does not make any contribution of diffusion current to our junction. So നമുക്ക് പറയാൻ പറ്റും, ഫോർവേഡ് ബയാസ് കൊടുക്കുന്ന കേസിൽ എന്തുകൊണ്ട് ജംഗ്ഷനിൽ നമുക്ക് എനോമസ് എമൗണ്ട് ഓഫ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകുന്നു, റിവേഴ്സ് ബയാസ് കൊടുക്കാൻ നേരത്ത് എന്തുകൊണ്ട് ജംഗ്ഷനിൽ ലെസ് എമൗണ്ട് ഓഫ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകുന്നു. or normally what we can say, diffusion current is going to be or tends to be a very small current or negligibly small current in reverse bias. Which current exists in junction diode while in reverse bias? That is our drift current, that is independent of what you say biasing, independent of voltage, depends only on how many thermally generated carriers are generated within our semiconductor material. So reverse biasil നമ്മളുടെ ജംഗ്ഷനിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് സെയിം കറണ്ട് ആയിട്ടുള്ള
മെറ്റീരിയലിലുള്ള I0 എന്ന് പറയുന്ന റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ. While in forward bias, its concentration depends upon how much forward voltage you are applying. If you apply more forward voltage, you can expect more hole concentration here. Similar analysis you can apply to find the electron concentration at XP0. Okay, so XP0 electron concentration will be there. Our concentration will be N of XP0. Electron at XP0 is going to be what this change to for the case of electron, it is going to be electron in p material, electron in p material, np into e raised to qv divided by kt. So both these boundaries of the junctions are going to enriched with the enormous amount of what you say minority carriers when we apply a forward bias to a junction, and those carrier concentrations create diffusion current through the semiconductor, through the junction diode. So junction diode കൂടി നമുക്ക് കുറേ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പി ഓഫ് എക്സ് എൻ സീറോയുടെ അല്ലെങ്കിൽ ആ ബൗണ്ടറി നമ്മൾ വരച്ച ആ ബൗണ്ടറിയിൽ വരുന്ന ഹോളിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും കോൺസെൻട്രേഷനാണ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇതാണ് നമ്മളുടെ എക്സ് എൻ സീറോ എന്ന് പറയുന്നത്. എക്സ് എൻ സീറോ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രോണിൻ്റെ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എക്സ് എൻ സീറോയിൽ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ വാട്ട് യു സേ പി ഓഫ് എൻ്റെ ഇക്വേഷൻ, പി ഓഫ് എക്സ് എൻ സീറോ ഇലക്ട്രോണിൽ നിന്ന് ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മൾ ഇഞ്ചക്ഷൻ വഴി കിട്ടിയ എക്സസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ എക്സസ് ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് എക്സ് എൻ സീറോ, എക്സസ് ഹോൾ കോൺസെൻട്രേഷൻ at xn0, say delta Pn is given by delta for difference P for hole within the n material. Okay, so that is given by, here is our delta Pn, that is given by P of xn0 minus P of n. P of xn0, just now we found the equation Pn into e raised to qv by kt minus Pn. Okay, taking Pn common factor outside, it's going to be e raised to qv divided by kt minus 1. Okay, so this is our excess electron in our n material. Okay, excess hole concentration at the boundary, at the just boundary, just immediate location after the boundary is given by delta Pn is equal to Pn into e raised to qv by kt minus 1. Similarly, the hole concentration at xp0, ഇതാണ് നമ്മളുടെ xp0 എന്ന് പറയുന്നത് delta np. Okay, the electron concentration at the p material is given by what will be the equation np into np, electron in p material into എന്ത് ഇലക്ട്രോൺ ആണ്, thermal equilibrium electron. Okay, or equilibrium electron concentration np into same formula e raised to qv by kt minus 1. Okay, so these are the excess electrons and holes, amount of electrons and holes available in our material under a bias condition. So this is going to be equation number 5 and this is going to be our equation number 6. Okay, so coming back to our junction, PN junction like varumbo, this diagram is very important. Let me draw it in the next slide. Okay, so nammalku ivide junction undu. Okay, so ഇതാണ് നമ്മളുടെ ബൗണ്ടറി, ഇതാണ് എക്സ് എൻ സീറോ എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മളുടെ മൈനസ് എക്സ് പി സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് അവർ ബൗണ്ടറി ഒറിജിൻ, ആൻഡ് from here we may count the length as xn, to this side we will count the length as xp. Okay, so these are the diagram. So while applying a what you say a forward bias or reverse bias at xn0 and xp0, we have a large amount of hole concentration and electron concentration. Electron concentration and hole concentration we already found the expression for. So delta Pn is given by, what was the formula we wrote there, Pn into e raised to qv by kt, then minus 1 is delta Pn here, and delta Np is given by Np into e raised to qv by kt minus 1. Okay, so just now we derived these relations, equation 5 and 6.
Okay, now if this is our p material, here we have at this region x minus xp0 യിൽ നമുക്ക് ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട് അതുപോലെ xn0 യിൽ നമുക്ക് ഇത്രയും ഹോൾസ് ഉണ്ട്. നാച്ചുറലി xn എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് തൗസൻഡ്സ് ഓഫ് ഹോൾസ് ആണ് ഇവിടെ കിട്ടുക. ഇവിടെയുള്ള ഹോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് pn ആണ്, തെർമലി ജനറേറ്റഡ് ഹോൾ കോൺസെൻട്രേഷൻ ആണ്. സോ ഈ കമ്പാരിസൺ നടക്കുമ്പോൾ ഇവിടെയുള്ള ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും, ഇവിടെ 1000 ആണ്. ഈ 1000 വരാൻ കാരണം നമ്മുടെ ബയാസാണ്, ഫോർവേഡ് ബയാസാണ്. സോ ഈ റീജിയൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ, ഇവിടെ ലെസ് ഹോൾ കോൺസെൻട്രേഷൻ. നാച്ചുറലി വി ക്യാൻ എക്സ്പെക്ട് അവർ ഡിഫ്യൂഷൻ പ്രോസസ്. സോ ദാറ്റ് ഹോൾ വിൽ ഡിഫ്യൂസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു the region of lower concentration by this exponential fashion. We studied how this concentration changes as length increases. So ആ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓരോ പോയിന്റിലും ഓരോ x = xn1 x = xn2 ഓരോ പോയിന്റിലുമുള്ള ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമുല, അത് നമ്മളുടെ ഡിഫ്യൂഷനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡെൽറ്റ എൻ ഓഫ് എക്സ് പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ഓഫ് എക്സ് പി ആൻഡ് ഡെൽറ്റ പി ഓഫ് എക്സ് എൻ. ഓക്കെ, സോ എൻ മെറ്റീരിയലിൽ ഇത് പി മെറ്റീരിയൽ. സോ ഡെൽറ്റ പി ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എൻ ഇൻറ്റു ഇവിടെ വന്ന എക്സസ് കോൺസെൻട്രേഷൻ ഇൻറ്റു ഇ റേസ് ടു minus xn divided by LP. Okay, this is the direct relation what we studied in our diffusion process. And here electron concentration in p material is given by delta n of xp is equal to delta np into e raised to minus xn divided by ln. Okay, so here ln is diffusion length for electrons, LP is diffusion length of our hole. Okay, so substituting this delta n and delta p, we can write this equation as delta n is equal to np into e raised to qv by kt minus 1 into e raised to minus xn divided by ln. Okay, sorry, xp divided by ln. And this is going to be why xp here, because the diffusion of the carrier here is hole. Okay, so minus xp by diffusion of n material xn ആണ്. Okay, so np into delta n in p material ആണ്. p material ആകുമ്പോൾ നമുക്കാണ് xp ആണ്. Okay, sorry to confuse you. So minus xp divided by ln ആണ്. അതുപോലെ p മെറ്റീരിയലിലേക്ക് വരുമ്പോൾ np into e raised to qv by kt minus 1 into e raised to minus of xn divided by LP. So this is in our n material, this is in our p material. So delta p of xn, so p material, and here is our n material. So this is the electron concentration at any points within our. So xn is equal to xn1 കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, xn is equal to xn2 കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. So this is the variation of electron concentration in n material and p material. So delta p of xn and delta p of xp. xp എന്ന് പറയുന്നത് p material ആണ്, അതുകൊണ്ട് p. xn എന്ന് പറയുന്നത് n material length ആണ്, അതുകൊണ്ട് xn and n material. Okay, so കൺഫ്യൂഷൻ അവിടെ മാറിയെന്ന് വിചാരിക്കുന്നു. സോ xp എന്ന് പറയുന്നത് നമ്മളുടെ p മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ ആണ്. സോ അതുകൊണ്ട് p മെറ്റീരിയൽ ആണ്, അവിടുത്തെ ഡിസ്റ്റൻസ് മൈനസ് xp. xn എന്ന് പറയുന്നത് n മെറ്റീരിയലിൻ്റെ ഡിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് n മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് അവിടുത്തെ ക്വാണ്ടിറ്റി മൈനസ് ഡയമെൻഷൻ എന്ന് പറയുന്നത് മൈനസ് xn ആണ്. സോ ഓരോ പോയിന്റിലും കിട്ടുന്ന ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ ആണ് നമുക്കവിടെ കിട്ടിയത്. നൗ we will take the whole concentration to find the whole current due to holes. So n material കൂടി whole currentൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജെ പിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to current density into area ആണ്. സോ ദ കറണ്ട് ഡ്യൂ ടു ഡിഫ്യൂഷൻ കറണ്ട് നമ്മൾ കുറേ പ്രാവശ്യം എഴുതിയ ഇക്വേഷൻ ആണ്. ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾ there is a minus sign here, Q into A into dp into d by dx of what you say delta, ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്, സോറി, delta p of xn. Okay, this is the equation for the diffusion current by holes.
So minus QA dP into d by dx of, because diffusion current is depends upon concentration gradient. So why minus is because of hole. Normal diffusion current hole equation minus use. Okay, so it's going to be minus Q into A into, what is A? A is the area of cross section of our junction. A into dP into diffusion coefficient into d by dx of P of xn. P of xn is going to be this term. So it is going to be NP into, or we can write this here for simplicity, delta Pn into e raised to minus xn divided by LP. Okay, so this is our current. Next step is we are going to find the derivative of this part, which is equal to minus Q into A into dP into derivative of delta Pn is constant, that will come out, delta Pn into e raised to it's not derivative, so Pn എന്ന് പറയുന്നത് delta Pn എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, d by dx of this term. Okay, delta n into e raised to np into e raised to qv by kt minus 1 into e raised to minus xn divided by lp. Now apply the derivation. So equal minus q into a into dp into, now np is thermal equilibrium constant, it will come out np into derivative of e raised to qv minus 1 by kt, it is independent of x, so that also will come out, e raised to qv by kt minus 1 into e raised to minus derivative of e raised to x is e raised to x minus xn by lp into derivative of xn by lp minus, so it become minus 1 by lp, and here is our point. So minus of minus become plus q into a into dp into divided by lp, so dp by lp into, what is this term actually, pn into, okay, np alla pn ആണ്, sorry, so here pn ആണ്. Okay, symbol അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, n മെറ്റീരിയൽ നമുക്ക് അവിടെ pn ആ വരിക. Okay, so pn into whole concentration in n material, so pn into e raised to qv by kt minus 1 into e raised to minus xn by lp. എല്ലാ ടേം എഴുതിയതേ ഉള്ളൂ, ഇവിടുന്ന് നമ്മൾ തെറ്റിപ്പോയി, പി എൻ ആയിരുന്നു ഫോർമുല, നിങ്ങൾക്ക് അവിടുത്തെ തിരിച്ചു നോക്കിയാൽ മനസ്സിലാവും, പി എൻ ആണ്, ആ പി എൻ തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, സോ പി എൻ ഇൻറ്റു, സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് ക്യു എ ഡി പി ബൈ എൽ പി ഇൻറ്റു പി എൻ ഇൻറ്റു ഇ റേസ് ടു ക്യു വി ബൈ കെ ടി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ എൽ പി. ഓക്കെ, സോ ഈ ടേം അങ്ങനെ പറയുന്നത് എന്താണ് ആക്ച്വലി, that is our delta Pn. So നമ്മളുടെ ഫോർമുല ഫോർ ഡിഫ്യൂഷൻ കറണ്ട് ഇൻ n മെറ്റീരിയലിലെ ഹോളിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് I ഡ്യൂ ടു xn is equal to 0 എന്ന് പറയുന്നത് ഫോർമുല q ഇൻറ്റു എ ഇൻറ്റു ഡി പി ബൈ എൽ പി ഇൻറ്റു ഫോർമുല എന്ത് വരും, അവിടെ എഴുതിയ അതേ ഫോർമുല പി എൻ ഇൻറ്റു ഇ റേസ് ടു ക്യു വി ബൈ കെ ടി മൈനസ് 1. ഓക്കെ, സോ നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് ആ ഫുൾ ടേം എന്ന് പറയുന്നത് ഡെൽറ്റ പി എൻ ആണ്. ഓക്കെ, ഈ ഫുൾ ടേം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ടേം എന്ന് പറയുന്നത് ആക്ച്വലി ഡെൽറ്റ പി എൻ ആണ്. ഡെൽറ്റ പി എൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഡെൽറ്റ പി എൻ പ്രീവിയസ് സ്ലൈഡ് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ടേം എന്ന് പറയുന്നത് ഡെൽറ്റ പി എൻ ആയിട്ട് മാറും. സോ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഡ്യൂ ടു ഹോൾ അറ്റ് എക്സ് എൻ 0 ഈസ് ഗിവൺ ബൈ ക്യു എ ഡി പി ഇൻറ്റു ഡെൽറ്റ പി എൻ വിച്ച് ഈസ് ഗിവൺ ബൈ ക്യു എ ഡി പി ബൈ എൽ പി ഇൻറ്റു ഡെൽറ്റ പി എൻ എന്ന് പറയുന്നത് പി എൻ ഇൻറ്റു ഇ റേസ് ടു ക്യു വി ബൈ കെ ടി മൈനസ് 1. ഓക്കെ, തിരിച്ച് വീണ്ടും അതുപോലെ തന്നെ എഴുതി തന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഹോൾ കറണ്ട് ഇൻ എൻ മെറ്റീരിയൽ. അതുപോലെ ഡിഫ്യൂഷൻ കറണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് കൂടിയുണ്ട്. സോ ഐ ഡ്യൂ ടു എക്സ് പി, ഓക്കെ, ഓർ ഇൻ ദ എക്സ് പി മെറ്റീരിയൽ, എക്സ് പി റീജിയനിലെ പി മെറ്റീരിയലിലെ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ടാണ്. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ട് ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ക്യു എ ഡി എൻ ബൈ എൽ എൻ. സെയിം അനാലിസിസ് നമുക്ക് വീണ്ടും ചെയ്ത് നോക്കണം, ഡെറിവേഷൻ വീണ്ടും അപ്ലൈ ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല, സിമിലർലി എഴുതിയാൽ മതി. സോ ക്യു മൈനസ് ക്യു എ ഡി എൻ ബൈ എൽ എൻ ഇൻറ്റു പി എൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, എൻ പി ഇൻറ്റു ഇത് അങ്ങനെ തന്നെ ഇ റേസ് ടു ക്യു വി ബൈ കെ ടി മൈനസ് 1. ഇവിടെ ഈ മൈനസ് 1 എന്ന് പറയുന്നത് എക്സ്പെൻഷ്യൽ അല്ല, ഡിവൈഡ് ബൈ മൈനസ് 1 ആണ്. ഓക്കെ, സോ നമ്മളുടെ ഇക്വേഷൻ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഹോൾ കറണ്ട് ഇൻ എൻ മെറ്റീരിയൽ ഡ്യൂ ടു ഡിഫ്യൂഷൻ ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോൺ കറണ്ട് ഇൻ പി മെറ്റീരിയൽ ഡ്യൂ ടു ഡിഫ്യൂഷൻ. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇലക്ട്രോൺ പ്ലസ് കറണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ
holes. Okay, so അവിടെ അല്പം കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് റിവൈസ് ചെയ്താൽ മതി, മനസ്സിലാവും. So total current in the PN junction B through the PN junction is given by the current in the current due to electron plus current due to hole. So that we need to add these two equations. So I total is going to be this plus this term. Okay, so it is now Q into A into dP by LP into e raised to QV by KT minus 1 plus, then this minus, so plus or minus become minus, QA dN by ln into NP into e raised to QV by KT minus 1. Okay, so ഇതാണ് നമ്മളുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യൂ കോമൺ ആണ്, എ കോമൺ ആണ്, ദെൻ കോമൺ ആയിട്ടുള്ളത് ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1 ആണ്. സോ ക്യൂ ഇൻറ്റു എ ഇൻറ്റു ഡി പി ബൈ എൽ പി ഇൻറ്റു പി എൻ, ഡി പി ബൈ എൽ പി ഇൻറ്റു പി എൻ, ഇവിടെ പി എൻ ഉണ്ട്. ഓക്കെ, സോ ഡി പി ബൈ എൽ പി ഇൻറ്റു Pn minus dn by ln into np, dn by ln into np. Okay, so അത്രയും കോമൺ ആണ്, പിന്നെ ഇതും കോമൺ ആണ്. സോ ഇ റേസ് ടു ക്യൂ വി ബൈ കെ ടി മൈനസ് 1. സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യൂ എ ഇൻറ്റു ഡി പി ബൈ എൽ പി പി എൻ മൈനസ് മൈനസ് അല്ലല്ലോ വരുന്നത്, എവിടെയോ എന്തോ തെറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, സൈൻ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഇ മൈനസ് ഐ എച്ച് എന്നാണ് വരുന്നത്. നോക്കിയിട്ട് എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ചെറിയൊരു സൈൻ മാറിപ്പോയിട്ടുണ്ട്. എനിവേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്ലസ് ഹിയർ. സോ ദിസ് ഡിഫ്യൂഷൻ കറൻസ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് രണ്ടും ഇലക്ട്രോൺസ് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. സോ ക്യാരിയേഴ്സ് ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇങ്ങോട്ട് ഡിഫ്യൂഷൻ ഫോഴ്സ് ദി ക്യാരിയേഴ്സ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സബ്ട്രാക്ഷൻ ഹിയർ. സോ മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ്. So here is also plus, sorry. So QA into dP by LP into PN plus DN by LN into NP into e raised to QV minus QV by KT minus 1 ആണ് നമ്മളുടെ ഐഡിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഈ QV എന്ന് പറയുന്ന ടേംസ് ഇത് നെഗറ്റീവായിട്ട് പോകും. സോ ഇൻറ്റു ദിസ് ഹോൾ ടേം ഇൻറ്റു -1 ആയിട്ട് വരും. സോ ഇഫ് അവർ ബയാസിങ് ഈസ് റിവേഴ്സ് ബയാസ് with moderately reverse biased, e raised to QV by KT will tends to be close to 0 number. So this is 0 minus 1. So current I is equal to Q into A into നമ്മളുടെ ഈ ഫുൾ ടേം dP by LP into PN plus DN by LN into NP into -1 എന്ന് പറയും. സോ മൈനസ് ക്യൂ എ. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ ഡയോഡിൽ അല്ലെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് സിമ്പിളാണ്. റിവേഴ്സ് ബയസ് കൊടുക്കുന്ന സാച്ചുറേഷൻ കറണ്ടിന് പറയുന്ന പേരാണ് I0 എന്ന് പറയുന്നത്. സോ I0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഡയോഡ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ I0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് ഏത് രീതിയിലായിരിക്കും? I0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I0 ഈസ് ഈക്വൽ ടു Q ഇൻറ്റു എ ഇൻറ്റു dP by LP PN plus DN by LN NP. ഇതാണ് നമ്മളുടെ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡയോഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പി എൻ ജംഗ്ഷനിൽ കൂടി നമ്മൾ പറഞ്ഞപ്പോൾ പി എൻ ജംഗ്ഷൻ മെറ്റീരിയലിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻസ്, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് നമ്മൾ പഠിച്ചു. ആ ഡയറക്ഷൻ്റെ ഒരു പ്ലോട്ട് കൂടി ഇതിൻ്റെ അകത്ത് പറയേണ്ടതായിരുന്നു. ആ ഡയറക്ഷൻ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത ജംഗ്ഷൻ മെറ്റീരിയൽ. ഒരു 2 മിനിറ്റ് കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ അകത്തൊരു ഡയഗ്രാം കൂടി ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന ഡയഗ്രാം കോപ്പി ചെയ്തെടുക്കാം കേട്ടോ, അതിന് സമയം ചെയ്യില്ല. ഓക്കെ, സോ ഡയഗ്രാം എന്ന് പറയുന്നത് കറണ്ട്, ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ, ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക്, ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ ഈ ലേബൽ എന്ന് പറയുന്നത് XN0, ഈ ലേബൽ എന്ന് പറയുന്നത് -XP0. ഓക്കെ, സോ ഇതാണ് ഈ ഹോൾ കറണ്ടിൻ്റെയും ഇലക്ട്രോൺ കറണ്ടിൻ്റെയും വേരിയേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് കറൻസ് സബ്ട്രാക്ട് ചെയ്യാൻ കാരണം.
Okay, so this is our ideal diode equation. So current reverse saturation current എന്ന് പറയുന്നത് മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആയിരിക്കും. റിവേഴ്സ് ബയസ് ഫോർവേഡ് ബയസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫോർമുലയാണ് QA dP by LP into PN plus DN by LN NP into e raised to QA by KT minus 1. ഇതായിരിക്കും നമ്മളുടെ ടോട്ടൽ കറണ്ടിന് ഡയോഡ് എന്ന് പറയുന്നത് ഐഡിയൽ കേസിലുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.